പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. അവതാര പുലികൾ തുടരുകയാണ്. നിങ്ങൾ കാണുന്നത് മണിയുടെ മീഡിയ സിറ്റിയിൽ നിന്ന് 12K വിസ്താരയിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ്. 6 മണിക്ക് ആരംഭിച്ച് രാത്രി 9 മണിക്ക് അവസാനിക്കുന്ന പരിപാടിയാണ് അവതാര പുലികൾ. എല്ലാ ഞായറാഴ്ചയുമായിരിക്കും ഈ പരിപാടികൾ സംപ്രേഷണം ചെയ്യുക. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് പോയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഈ തെരഞ്ഞെടുപ്പ് വരുന്ന വേളയിൽ ഞാൻ ഇന്ന് മോർണിംഗ് ഷോയിൽ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന വേളയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ മാത്രമായിട്ട് നമ്മൾ സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നേരിട്ട് ലഭിക്കാനും നോട്ടിഫിക്കേഷൻ കിട്ടാനും ഒക്കെ ആയിട്ട് ഈ 24news.com പോയിട്ട് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. 50 ലക്ഷത്തോടെ അത് 50 ലക്ഷം അങ്ങനെ ഒരു കുറച്ച് ആൾക്കാരെ ആവശ്യമുള്ളൂ കാശ്മീർ. 50 ലക്ഷം ആളുകൾ ഇപ്പോൾ യൂട്യൂബിൽ നമ്മുടെ ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വിജയകുമാർ, അപ്പോൾ നമുക്കിനി ഒരു പ്രധാനപ്പെട്ട കാര്യം വരുന്നുണ്ട്. അതായത് വയനാട്ടിൽ ഒരു ചെറിയ കാര്യം, കർണാടക സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതായത് വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിൻ്റെ കുടുംബത്തിന് കർണാടകയുടെ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു. 15 ലക്ഷം രൂപ. 15 ലക്ഷം രൂപ. അരുൺ പാറയ്ക്കൽ നമുക്കൊപ്പം ചേരുകയാണ്. റിപ്പോർട്ടേഴ്സ് ലൈവ്. ഇപ്പോൾ അരുൺ പാറയ്ക്കൽ ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. അരുൺ, എപ്പോഴാണ് ഈ തീരുമാനം വന്നത്? വിശദാംശങ്ങൾ പറയൂ. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കർണാടക സർക്കാരിൻ്റെ ഈ അറിയിപ്പ് വന്നത്. കർണാടക വനം മന്ത്രി തന്നെയാണ് ഈ കാര്യം അറിയിച്ചത്. അദ്ദേഹം മുഖ്യമന്ത്രിയുമായി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. അജീഷിൻ്റെ കുടുംബത്തിന് ചാലികത പടമലയിൽ ഈ ബേലൂർ മഗ്നയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിൻ്റെ കുടുംബത്തിന് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ കർണാടക സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഈ ബേലൂർ മഗ്ന കേരളത്തിലെത്തിയത്, അതായത് 2023 നവംബർ മാസത്തോടു കൂടിയാണ് ഈ ബേലൂർ മഗ്നയെ കർണാടക സർക്കാർ പിടിച്ച് ബന്ദിപ്പൂർ വനമേഖലയിലേക്ക് എത്തിക്കുന്നത്. ആന അവിടെയായിരുന്നു. പിന്നീട് കഴിഞ്ഞ 2 മാസത്തോളമായി ഇത് കേരളത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന വഴിതെറ്റിയാണ് കേരളത്തിലെത്തിയതെന്നാണ് കർണാടക സർക്കാർ ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ധാർമ്മിക ഉത്തരവാദിത്തം, ഈ ആന കേരളത്തിലെത്തിയതിൻ്റെയും ഇങ്ങനെ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം കർണാടക സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു. ഈ കൊല്ലപ്പെട്ട പൗരന് കുടുംബത്തിന് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. SKN. ഓക്കെ, താങ്ക് യു. അരുൺ പാറയ്ക്കലാണ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഒരു നല്ല കാര്യമാണ്. ആ കുടുംബത്തിന് 15 ലക്ഷം രൂപ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. ഞാൻ വിജയകുമാർ, ഞാൻ എന്തായാലും കിട്ടട്ടെ. നല്ല കാര്യം, കർണാടക സർക്കാർ ചെയ്ത നല്ല കാര്യം തീർച്ചയായിട്ടും പ്രശംസിക്കണം. വിജയകുമാർ കൃത്യമായിട്ട് വീട്ടിൽ പോകുന്നില്ല എന്നൊക്കെ ഭാര്യ കാർത്തിക ജയശ്രീ മുഴുവൻ പേരതല്ലേ, കാർത്തിക ഒരു പരാതി പറഞ്ഞു വഴി വെച്ച്. വീട്ടിൽ പോകുന്നില്ലെന്നല്ല, അവർ പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നും വിജയകുമാറിനെ വീട്ടിൽ കിട്ടാറില്ല. വാർത്താമഴ, അല്ലാത്ത മഴ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ തന്നെ ചുറ്റിക്കറങ്ങുക. ഇത് എന്ത് കാര്യമാണ് വിജയകുമാറിനെ 20 പോലെ ചുറ്റിത്തിരിയാൻ പ്രേരിപ്പിക്കുന്നത് എന്നറിയാൻ എനിക്ക് ഒരു ഔത്സുക്യം. വാർത്താമഴ എന്നെ ഒഴിവാക്കി ഞാൻ 7 മണിക്ക് പോക്കോളാം. അത് മാത്രമല്ല, ഓഫീസിൽ ഇറങ്ങുകയും ചെയ്യുന്നു, പക്ഷേ വീട്ടിലെത്താൻ ലേറ്റാവും ചെയ്യുന്നു. അപ്പൊ എന്താണ് ഈ വിജയകുമാറിനെ നമുക്ക് പോലീസ് ഡയറി വെച്ചൊന്ന് അന്വേഷിപ്പിച്ചാൽ വല്ല പ്രയോജനം ഉണ്ടാവും? ശ്രമിക്കാം സാർ. പിന്നെ 10 മണിക്കുള്ളിൽ വീട്ടിലെത്തേണ്ടാണ്. അത് കഴിഞ്ഞും വൈകുന്നുണ്ടോന്ന് കാര്യം അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം കിട്ടിയാലേ നിങ്ങൾ പോലീസ് ഡയറി ചേർക്കൂ. അതെ, പോലീസ് ഡയറി ചേർക്കും. ദുരൂഹതയുണ്ടല്ലോ അതിൽ, എന്താണ് എങ്ങോട്ടാണെന്നുള്ളത് ദുരൂഹതയേ ഉള്ളൂ. പക്ഷെ അത് കുടുംബഹരത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് ഒഴിവാക്കും സാർ. ഒരു കാര്യം ചെയ്യാം, ബാൽക്കണിയിൽ നിന്ന് ഒരാൾ സംസാരിക്കും. ബാൽക്കണി. പണി വരുന്നുണ്ട്, അവറാച്ച കെടി വരുന്നുണ്ട്. അപ്പോൾ എന്താണ്, നമുക്കൊരു ആരാ നമുക്ക് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ വരും. കാർത്തിക ഇവിടെ ആളെ പിടികിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, വീട്ടിൽ കൃത്യമായിട്ട് വരുന്നില്ല. അപ്പോൾ കാർത്തിക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ കേട്ടോ, കൃത്യമായിട്ട് പറഞ്ഞോളൂ. ഇല്ല, വീട്ടിലൊക്കെ കൃത്യമായിട്ട് വരുന്നുണ്ട്. 10:30 എത്തുന്നുണ്ട് തൽക്കാലം. അല്ല വിജയകുമാർ, ഇപ്പം നമ്മൾ ശരിക്കും വാർത്താമഴ 10 മണിക്ക് കഴിയുന്നുണ്ട്. വീട്ടിലെത്താൻ ഇത്രയും മിനിറ്റ് മതി. പക്ഷെ അതിനിടയിൽ എവിടെങ്കിലും തങ്ങുന്നുണ്ടോ, നേരിട്ട് വീട്ടിൽ വരുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ സംശയം. അപ്പൊ അത് ഞാൻ വിജയകുമാറിനോട് ചോദിക്കുമെന്ന് വിജയകുമാർ പേടിച്ച് 2 ദിവസമായിട്ട് എന്നെ കാണാറില്ല. കുടുംബകലം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കും. പറഞ്ഞോളൂ. പിന്നെ അല്ല, ഞാൻ പറഞ്ഞറിയ കാർത്തിക, അതായത് ഈ വിജയകുമാറിനെ പേടിച്ച് പറയാതിരിക്കേണ്ട. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ കാർത്തിക നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്യും.
വിജയകുമാറിനെ മര്യാദ പഠിപ്പിക്കാനായിട്ട് അല്ലേ? 24-ൽ പോയി. ഇല്ല, കുഴപ്പമൊന്നുമില്ല, വരുന്നുണ്ട് എന്തായാലും കൃത്യമായിട്ട്. ചീറ്റിപ്പോയി. ഇല്ല, ചീറ്റിട്ടൊന്നുമില്ല, പറഞ്ഞിട്ടുണ്ട് അല്ലേ? ചീറ്റത്തൊന്നുമില്ല. പക്ഷെ അത് ഉള്ള പണി കളയണം വിചാരിച്ചിട്ടാണ് അല്ലേ? മറ്റേ കാര്യം പറയണ്ടെന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ കാർത്തിക വിജയകുമാറിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറഞ്ഞ് ടെലിവിഷനിലൂടെ. അഭിപ്രായം ആസ് എ ആങ്കർ റിപ്പോർട്ടർ എന്താണ്? അപ്പൊ മോനെ, നീ എന്താ മിണ്ടാതിരിക്കുന്നേ? നീ ആള് പുലിയാന്ന് എനിക്കറിയാം. അച്ഛനെ കണ്ടില്ലേ, ടെലിവിഷനിൽ കണ്ടില്ലേ? പിന്നെ എന്താ മിണ്ടാതിരിക്കുന്നേ? സുഖാണോ? ഒരു കാര്യം ചെയ്യാം. വിജയന്റെ മോനെ പല ഭാഷകൾ അറിയാം, പല ഭാഷകൾ. ഒന്ന് ജോലി കോപ്പി അത്. മോന് ജാപ്പനീസ് അറിയില്ലേ? ജാപ്പനീസ്, കന്നഡ പദ്യം അറിയാം. ജാപ്പനീസ് അറിയില്ലേ? യു നോ ജാപ്പനീസ്? സ്പാനിഷ്, സ്പാനിഷ്, ജാപ്പനീസ് ഇൻട്രൊഡക്ഷൻ ആണോ? ആ പറയൂ, എന്തെങ്കിലും ഒന്ന് പറയൂ ജാപ്പനീസിൽ കേൾക്കട്ടെ ഞങ്ങളെല്ലാരും. യാ ഹജിമെ മസ്തെ വദാശി നോ നമായ വ ധ്യാൻ ദേസു ഇന്തോ കരാക്കിമാഷിത. ബാ പോവാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ കാർത്തിക, ചെറിയൊരു കാര്യം, നമ്മളെ ഈ പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ വിജയകുമാർ ഈ മേഘപാളികൾക്കിടയിൽ പറന്നിറങ്ങുന്ന ഒരാളാണെന്ന് അറിയാലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അങ്ങനെ പറന്നിറങ്ങി. ആളുകൾക്ക് അത്ര സുപരിചിതമല്ലാത്ത ഒരു പ്രത്യേക കലാപരിപാടി ഈ മനുഷ്യൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇഷ്ടൻ്റെ ഒരു കലാപരിപാടിയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. അതും ഭാര്യയുടെയും മകൻ്റെയും സാന്നിധ്യത്തിൽ വേണം ഇത് നാട്ടുകാരെ കാണിക്കാനെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. 1 2 3 4. അസുഖം കളഞ്ഞല്ലോ, നമുക്കിന്ന് നിർത്താം. രാജമാണിക്കോ, ഈ സംഗീതം വരുന്നത് ഒരു പ്രത്യേക മൂഡിലാണ്. ആ സമയത്ത് ശല്യപ്പെടുത്തരുത്. നല്ല മൂടല്ലേ? എങ്ങനെയുണ്ടായിരുന്നു കാർത്തിക? സൂപ്പറായില്ലേ? സൂപ്പറായില്ലേ? അപ്പൊ കാർത്തികയും അതുപോലെ തന്നെ മോനും അല്ലേ? കുഞ്ഞുണ്ണിന്ന് വിളിക്കുന്ന ധ്യാൻ എന്നാണ്. ധ്യാൻ. താങ്ക് യു കാർത്തിക, ജയശ്രീ. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ വരുമ്പോൾ വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ അവരെന്തായാലും അവർക്ക് സന്തോഷമായി. വിജയകുമാറിൻ്റെ ഈ അപാരമായ പ്രകടനം അവരിപ്പോൾ കണ്ടല്ലോ. സാധാരണ കലാപരിപാടി ഉണ്ടോ വീട്ടിൽ? ഇത് പഠിച്ചോ വിജയൻ? ഇല്ല, എനിക്ക് ഒരു നല്ല ഈ ഒരു താളബോധമുണ്ട്. എവിടുന്ന് കിട്ടിയത്? അതെങ്ങനെയാണെന്ന് അറിയില്ല. അത് വാർത്തയുടെ ബ്രേക്കിൽ കിട്ടിയതാണോ? ചുമ്മാ എന്തോ ഞാനിങ്ങനെ ഇങ്ങനെ ഈ ഡെസ്കിലൊക്കെ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പം ആ പരിപാടി ഉണ്ടല്ലോ. അതാണ് ഉന്മേഷ്. ഈ ഇദ്ദേഹത്തിന്റെ ഈ താളബോധത്തെ കുറിച്ച് ഉന്മേഷിന് എന്തൊരു അഭിപ്രായം? വളരെ നല്ല താളബോധമാണ്. അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച ആളാന്ന് തോന്നുന്നു ഉന്മേഷ്. അതെ, കുറെ കാലമായിട്ട് ഒരു ഞങ്ങൾ ചേട്ടൻ തമ്മിൽ ഒരു 10 വർഷത്തിലേറെ പരിചയമുണ്ട്. എവിടെ വെച്ച് ആദ്യം പരിചയപ്പെട്ടു? അത് റിപ്പോർട്ടർ ചാനലായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷമുണ്ട് പരിചയപ്പെട്ടു. അവിടുന്ന് ഇവിടേക്ക് വന്ന പരിചയം കൂടിയോ കുറഞ്ഞോ? പരിചയം കൂടി. അപ്പോടാവോ? ഇല്ലില്ല, ഒരു കുഴപ്പമില്ല, പ്രശ്നമില്ല. അപ്പൊ വിജയകുമാർ എന്തായാലും നന്നായി. എനിക്ക് തോന്നുന്നത്, പക്ഷേ ഞാൻ പത്നിയുടെ മുഖം ശ്രദ്ധിച്ചപ്പോഴേ എന്തോ പറയാൻ വരുന്നൊരു ത്വരയുണ്ടായി. അത് നമുക്ക് പറയിപ്പിക്കാൻ പറ്റില്ല. അല്ലേ? അനുജയ്ക്ക് തോന്നിയാ? അനുജ, കാർത്തികയ്ക്ക് തോന്നിയില്ല? അതെന്താ ഈ കാർത്തിക അനുജയ്ക്ക് എന്താ തോന്നുന്നത്? അതാണ് അനുജയ്ക്ക് മനസ്സിലായത്, കുത്തിത്തിരിപ്പാന്നുള്ളത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഹാഷ്മിയുടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഹാഷ്മി നേരത്തെ പറയാണ് അമ്മ എന്നുള്ള പേരിൽ സേവ് ചെയ്ത് വെച്ചു എന്ന് നേരത്തെ പറഞ്ഞു ഗോപീഷ്ണന്റെ കാര്യം. അത് കഴിഞ്ഞിപ്പോ വിജയന്റെ കാര്യം പറഞ്ഞപ്പോ വേറെന്തോ പറഞ്ഞു. ഇങ്ങനെ അത് കണ്ടുപിടിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. പോലീസ് ഡയറിയുടെ ആവശ്യമുണ്ട്. അപ്പൊ സുഖീത്, ബി കെയർഫുൾ. വേണു നോക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ പ്രേക്ഷകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. വിചാരണ. അപ്പോൾ കൂരായണം, താനല്ലേ ഇപ്പോൾ ആൾക്കാരുടെ ഇടയിൽ കൂരായണം പറയാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്.
അപ്പോൾ ഈ കുരായണം വെച്ചൊന്ന് ആലോചിച്ച് നോക്കും, ഇത് ആരെക്കുറിച്ചായിരിക്കും ഈ ചോദിക്കാൻ പോകുന്നത്? ആരോടായിരിക്കും? ഒരു ഗസിങ്. ശരിയാണെങ്കിൽ ചെറിയൊരു സമ്മാനമല്ല തരാൻ പോകുന്നത്, കുരായണം തന്നെ എടുത്ത് മാറ്റിയേക്കാം. ഓക്കെ, പറഞ്ഞോളൂ. ഹാഷ്മിയെ കുറിച്ചായിരിക്കും അല്ലേ? എന്നല്ലേ ഒരു ഗസിങ്ങിലൂടെ സ്മിതയ്ക്ക് അവസരമുണ്ട്. ഇതാരെക്കുറിച്ചായിരിക്കും ഈ പ്രേക്ഷകൻ ചോദിക്കാൻ പോകുന്നത്? എല്ലാവരും നോക്കിയിട്ട് പറഞ്ഞോളൂ. ഗോപികൃഷ്ണനെ കുറിച്ച്. ഗോപികൃഷ്ണനായിരിക്കും. അത് ശരി, ഗോപികൃഷ്ണനായിരിക്കും. ഗോപികൃഷ്ണനും താങ്കൾ പറഞ്ഞത് ഹാഷ്മി. അപ്പോൾ ഹാഷ്മിയാണോ ഗോപികൃഷ്ണനാണോ? പ്ലേ. എൻ്റെ പേര് നവാസ്. ഞാനൊരു സ്ഥാപനം നടത്തുകയാണ്. 24-ൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് ഞാൻ. എനിക്ക് ഒരൊറ്റ ചോദ്യം KR ഗോപികൃഷ്ണനോടാണ്. താങ്കളുടെ അഭിമുഖത്തിന് വരുന്നവരോട് താങ്കൾ നേരെ അവരുമായിട്ട് എന്തെങ്കിലും മുൻകൂട്ടി ധാരണയുണ്ടോ? ഇന്ന ചോദ്യം ചോദിക്കാവൂ, ഇന്ന ചോദ്യം ചോദിക്കരുത് എന്നുള്ള ധാരണയുടെ അഭിമുഖത്തിലോടാണ് കൂടുതൽ താല്പര്യം. പക്ഷേ അതിന് ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് സംശയം. ഗോപി പറയാം. ഇത് അതായത് അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഒരു ചോദ്യങ്ങളെല്ലാം എഴുതി കൊടുത്തിട്ട് ആദ്യം ചോദിക്കുന്നത് സംസ്ഥാനത്ത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എസ് കെ, ഞാൻ തന്നെ ചോദ്യങ്ങൾ തയ്യാറാക്കാറില്ല. ഇല്ല, ഒരു അഭിമുഖത്തിന് ഞാൻ ഒരിക്കലും ചോദ്യങ്ങൾ തയ്യാറാക്കി ഇന്ന് വരെ ഒരു അഭിമുഖം നടത്തി അല്ല. അത് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അല്ലല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അപ്പോൾ വരുന്ന സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ചോദിക്കുക. പിന്നെ ചില ആളുകൾ ഇപ്പൊ ഈ അടുത്ത സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു മന്ത്രി എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ PA എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊന്ന് അയച്ചു തന്നാൽ അദ്ദേഹത്തിന് പ്രിപ്പയർഡ് ആകാമായിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ അതിൽ പ്രിപ്പയർഡ് ആയിട്ടില്ല, പിന്നെ അങ്ങനെ ചോദ്യങ്ങൾ അയച്ചു കൊടുക്കുന്നൊരു ശീലം എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതല്ല, ഒരു ജനറൽ ഐഡിയ തരുമ്പോൾ ഞാൻ ജനറൽ പൊളിറ്റിക്സ്, അതാണ് ജനറൽ ഐഡിയ. അപ്പോൾ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല. പക്ഷേ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പ്രേക്ഷകർക്ക് ചോദ്യങ്ങളോട് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു. അണ്ടർസ്റ്റാൻഡിങ് അല്ല, നോട്ട് ദ പോയിന്റ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഗോപി ചോദ്യങ്ങൾ അദ്ദേഹമായിട്ട് തയ്യാറാക്കി അവതരിപ്പിച്ച ശേഷം നിങ്ങൾ രണ്ടുപേരും കളിക്കുന്ന ഒരു നാടകമാണിതെന്ന്. അതെ, അങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അല്ലല്ല, ഒന്നാമത് അങ്ങനെ ഒരു നാടകത്തിന് ഒരു സ്കോപ്പും ഇല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ ഇന്റർവ്യൂ ചെയ്തത് KC വേണുഗോപാലിനാണ്. വളരെ സ്നേഹത്തോടു കൂടി തുടങ്ങുകയും അടിച്ചു പിരിയുകയും ഇന്റർവ്യൂവിൽ, അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്നേഹം പുനഃസ്ഥാപിക്കുകയും ചെയ്ത ഇന്റർവ്യൂ ആയിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. ഇന്റർവ്യൂ നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പുമില്ല. പക്ഷേ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്റർവ്യൂവിൽ അറിയാതെ പറഞ്ഞു പോവുകയും അതിനുശേഷം നിരന്തരം വിളിച്ചിട്ട് ആ ഭാഗം കട്ട് ചെയ്യണം, ഈ ഭാഗം കട്ട് ചെയ്യണം എന്ന് പറയുന്നതുണ്ട്. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ അവർ അറിയാതെ സ്ലിപ്പ് ഓഫ് ദ ടങ് ഒക്കെ ആണെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് മാറ്റും. ഞാൻ ഒരിക്കലും ടെലികാസ്റ്റ് ചെയ്ത ഒരു പ്രോഗ്രാമിൽ പിന്നെ നമ്മൾ ഒരു എഡിറ്റിങ്ങും അതിനകത്ത് നടത്തില്ല. അപ്പോൾ ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സും ഇല്ല. നോ അഡ്ജസ്റ്റ്മെന്റ്സ്. എനിക്ക് തന്നെ പ്രിപ്പറേഷൻ ഇല്ല. ഞാൻ തന്നെ ക്വസ്റ്റ്യൻസ് തയ്യാറാണ്. ഗോപി ഒരു നല്ല ടെലിവിഷൻ ഇന്റർവ്യൂവർ ആണ് എന്ന് കിട്ടി. 3 തവണ സംസ്ഥാന അവാർഡ്. ഹാഷ്മി കിട്ടിയോ? കണക്കായി പോയി. അപ്പോൾ ഗോപി, എനിക്ക് തോന്നുന്നത് ഈ ഗോപിയുടെ ചോദ്യങ്ങൾ വളരെ ഷാർപ്പായിട്ട് തറക്കണമെന്ന് കരുതി വ്യക്തിപരമാകാറുണ്ടോ ചോദ്യങ്ങൾ? ഇല്ല, 3 അല്ല 7 തവണയാണ് കിട്ടിയത്. 7 കിട്ടിയോ? അവാർഡ് ഗോപിയുടെ പേരിലാക്കാൻ പോവാ സർക്കാർ. KR ഗോപികൃഷ്ണൻ സമയത്ത് ഇപ്പം ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് എൻകൗണ്ടറിന്. അപ്പം ഗോപിചാന്റെ അടുത്തേലും ഗോപിചാൻ ഇന്ന് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഈ നമ്മൾ നല്ല പഠിക്കുന്ന കുട്ടികളുടെ സ്വഭാവം ഇല്ലേ, അതാണ്. അതായത് ഞാൻ എപ്പോഴും ഇത് പറയും, ഗോപിചേട്ടൻ്റെ അടുത്ത് ഇപ്പം പ്രഞ്ചേട്ടനും അറിയായിരിക്കും, നമ്മുടെ എൻകൗണ്ടർ സ്ഥിരം ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഞാൻ ഒന്നും പഠിച്ചില്ല, എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ, എനിക്കൊന്നും അറിയില്ല. ഈ ഗോപികൃഷ്ണന്റെ പ്രായം എത്രയാ? അല്ലെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പറയുന്നത് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. വേറെ ചോദ്യങ്ങളുണ്ട്. എന്തുവാടാ പ്രശ്നം ഇന്ന് ടോപ്പിക്? എന്നൊരു നമ്പർ ഉണ്ടല്ലേ? പിന്നെ വേറൊരു ചോദ്യമുണ്ട്. വിജയ ക്യാൻറ്റീനിൽ എന്നാ കഴിക്കാൻ? നമ്മൾ ഇതിന്റെ അവസാനം പുള്ളിക്കാരൻ എൻകൗണ്ടർ കയറുന്നതിന് മുമ്പ് നന്നായി ആമാശയം പെരുപ്പിച്ചു. അല്ല, അത് മാത്രമല്ല, നമ്മുടെ അടുത്തൊരു ആര്യാസ് ഉണ്ട്. അപ്പൊ ആ സമയത്തേക്കും ഗോപിചേട്ടൻ ഇപ്പൊ ഞാൻ ഗോപിചേട്ടൻ ഇതെന്താ ചെയ്യാ, ഇപ്പൊ എനിക്ക് ആര്യാസിൽ പോയി നല്ലൊരു മസാല ദോശ കഴിക്കാൻ തോന്നുന്നു. ഞാൻ അങ്ങനെ ടെൻഷനോട് കൂടിയിട്ട് കയറാറില്ല സർ. സുഖയിലെ പോലീസ് ഡയറി എത്ര മാസമായിട്ട് ചെയ്യുന്നു? ഇപ്പോൾ ഒരു 7 മാസത്തോളമായി. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന നിർവൃതി എന്താണ്? നിർവൃതി എന്ന് പറഞ്ഞാൽ കേരളത്തിലും ഏകദേശം ഇപ്പം ഇന്റർനാഷണലൊക്കെ എടുക്കാറുണ്ട് ഇടയ്ക്ക് ക്രൈമായിട്ട്. അങ്ങനെ മുഴുവൻ ക്രൈമുകളെ കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടായാൽ നമുക്ക് ചില അനുമാനങ്ങൾ ഉണ്ടാവാറുണ്ട്. 90% അത് പരാജയപ്പെട്ട അനുമാനങ്ങളാണ്. എനിക്ക് തോന്നുന്നു അല്ല സുഖയിലെ ഈ നമ്മുടെ ഭാഷയൊക്കെ മാറി തുടങ്ങുമ്പം കത്തൊക്കെ എഴുതുമ്പോൾ നേരം രാത്രിയായി കാണും, വാതിൽ ഏതൊരു മുട്ട് കേട്ടു. ഈ പോലീസ് ഡയറിയിൽ ഇടയ്ക്കിടയ്ക്ക് സുഹൈൽ ഓരോന്ന് പറയുമ്പോൾ ഡെസ്കിൽ ഭയങ്കര ഒരു ചിരിയേക്കാം. അപ്പൊ എന്ന് വെച്ചാൽ ഓരോ സ്റ്റോറി കഴിയുമ്പോഴും അതിന്റെ ഒരു വരി എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് പറയും. വിജയകുമാറിനോട് ചോദ്യം ചോദിക്കാനാണ് ഒരു കുട്ടി വരുന്നുണ്ട്. ഡയന ലൈവായിട്ട് വരികയാണ്. ഒരു പ്രേക്ഷക. ഡയന
ഗുഡ് ഈവനിങ് ഡയാന. അയാനയാണ്, അയാന ടെലിഫോൺ ലൈനിലാണ് അയാന ഉള്ളത്. അയാന പറഞ്ഞോളൂ, ഞങ്ങൾ കേൾക്കുന്നു, ഞങ്ങൾ എല്ലാവരും കേട്ടോണ്ടിരിക്കുക. ഞാൻ 24 ന്യൂസ് എപ്പോഴും കാണാറുണ്ട്. ആ, അയാന ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്കൂളില്? എനിക്ക് ശ്രീകണ്ഠൻ സാറിനെ ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് കാണാൻ ഇഷ്ടമാണല്ലോ. ആ, പിന്നെന്താ, തീർച്ചയായിട്ടും കാണാം. ഇപ്പൊ സ്ക്രീനിൽ ടിവിയിലൊക്കെ നോക്കി എന്നെ കാണുന്നത് കണ്ടില്ലേ? ആ, ഞാനാണ് അയാന. കണ്ടില്ലേ ഇപ്പൊ കണ്ടില്ലേ? സ്നേഹത്തോടെ ഒരു കൊച്ചു. അതെ അതെ അതെ. അയന ഇങ്ങോട്ട് പോര് കേട്ടോ, ഇങ്ങോട്ട് പോര്. അപ്പൊ നമുക്കേ അയന നമുക്ക് നേരിട്ട് കാണാം. അയനക്ക് കൊച്ചി വരാനുള്ള വണ്ടിക്കൂലിലൂടെ ഞാൻ അയച്ചു തരാം. അയന പോര്. ഓക്കെ, താങ്ക് യു അയന വിളിച്ചതില്. അപ്പോൾ വിജയകുമാർ, അല്ല ഇതില് റീജിത്ത് ഒരു ഇൻസിഡന്റ് പറയും. സുഹേലിന്റെ പോലീസ് സ്റ്റേറിയുടെ അത് സുഹൈല് പ്രത്യേക ഒരു ശൈലിയുണ്ട്. സുഹൈലിന്റേതായ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ. അതെ അതെ അതെ. ഓരോ വാർത്ത കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സന്ദേശം ജനങ്ങൾക്ക് ഒരു ഗുണപാഠ കഥയുണ്ട്. ഒരു ഗുണപാഠം അതിനകത്തുണ്ട്. ഓരോ മർഡറിനും ഉണ്ടോ ഓരോ സന്ദേശം. ഇപ്പൊ ഒരു ദിവസം ഈ പോലീസ് ഡയറിക്കിടയിൽ വലിയ എന്തൊക്കെയോ കയറ്റിയിട്ടുള്ളൊരു പുല്ല് വണ്ടിയോ അങ്ങനെ എന്തോ ആണ്, അത് മറഞ്ഞു. അപ്പൊ അത് മറഞ്ഞപ്പോ ലോറി മറഞ്ഞു. അപ്പൊ ലോറി പറഞ്ഞ വാർത്ത കഴിഞ്ഞ് സുഹൈൽ ആ വാർത്തയൊക്കെ പറഞ്ഞതിന് ശേഷം സുഹൈൽ പറയാണ്, വാഹനമായാലും ജീവിതമായാലും അമിതഭാരം കയറ്റരുത്. അങ്ങനെ ചില ഉപദേശം കൂടി ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു അവതാരം. അല്ല, ഹാഷ്മി ഒരു ദിവസം പറയാണ്, ഇതിനിപ്പോ ഒരു ഇൻട്രോ പറഞ്ഞ് ജീവിക്കാനും പറ്റാത്ത അവസ്ഥയല്ലോ അവനെ കൊണ്ടൊന്നും. സുഹൈൽ, ഈ സന്ദേശം ഇങ്ങനെ എല്ലാ മർഡറിന്റെ അവസാനം കൊടുക്കൂ അതോ? ഇല്ല സർ, സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന സാധനം അങ്ങോട്ട് പറയും. പക്ഷെ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. പക്ഷെ ഡെസ്ക് ചിരി വരുമ്പോഴാണ് മനസ്സിലാവുന്നത് അങ്ങനെ സീരിയസ് ആയിട്ട് ആളുകളിലേക്ക് എത്തുന്നില്ലെന്ന്. പിന്നെ ഞാൻ കൗണ്ടർ രീതിയിൽ പറഞ്ഞു തുടങ്ങിയതാണ്. ജീവിതത്തില് ഭാരം കയറ്റരുത് എന്നുള്ളത് പറഞ്ഞു. അത് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഇത് ഹാഷ്മിക്കാരൊക്കെ നന്നായിട്ടുണ്ടോ? ഇങ്ങനെ നോക്കി ഒന്ന് നോക്കി വായിച്ചു നോക്കിയത് ഹാഷ്മിക്കാരൊക്കെ നന്നായിട്ടുണ്ട് ഇല്ലേ? നന്നായിട്ടില്ലേ? അടുത്ത ഞാനല്ലേ എൻകൗണ്ടറിൽ. അതൊക്കെ നമുക്ക് വേണേ നമുക്ക് പരീക്ഷിക്കാം. ഞാനൊരു ചോദ്യം. സുഹൈലിന്റെ ഒരു പോസിറ്റീവ് വശമുണ്ട്. സുഹൈൽ ഒന്നിനോട് നോ പറയില്ല. ഏത് തിരക്കിലാണ്. അയ്യോ, വല്ലാത്ത അസുഖം അത്. അല്ല, നമ്മള് രാത്രി 12 മണിക്കൊക്കെ റീഡേഴ്സ് ഇല്ലാത്തപ്പം സുഹൈലിനെ റീഡ് ചെയ്യും. അപ്പം ഓവർലോഡ് ആണ്. പ്രൊഫഷണലായ എന്ത് ആവശ്യങ്ങൾക്കും സുഹൈൽ ഏത് സമയത്ത്. അതെ അതെ, ശരിയാ. ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ പ്രജിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അത്ര സുഖകരമല്ലാത്ത ചോദ്യമാണ്. അതിനിടയ്ക്ക് നമ്മുടെ എളമരക്കരയും കോഴിക്കോട് CPM സ്ഥാനത്ത് എന്താണ് അത് ഫൈനലൈസ് ചെയ്തു. വടകര KK ശൈലജ ഫൈനലൈസ് ചെയ്തു. 2 വാർത്ത നമുക്ക് PCR ഒരു വെട്ട് വന്നിട്ടുണ്ട്. ഒരു വെട്ട് മതി കത്തിയടിച്ചത്. ബ്രേക്ക് പറയാൻ പറഞ്ഞു. ബ്രേക്ക്. അപ്പോൾ ഇനി റിപ്പോർട്ടേഴ്സ് ലൈവ്. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നിന്ന് എളമരം കരീമും അതുപോലെ വടകരയിൽ നിന്ന് KK ശൈലജയും LDF സ്ഥാനാർത്ഥികളാകും എന്ന രീതിയിൽ വാർത്ത വരുന്നതിൻ്റെ വിശദാംശങ്ങളുമായിട്ടാണ് രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. രാഹുൽ സുരേഷ്, എപ്പോഴാണ് ഈ വാർത്ത പുറത്തു വന്നത്? CPIM സ്ഥിരീകരിച്ചോ ഈ വാർത്ത? SKN ഇന്ന് കോഴിക്കോട് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് 2 സ്ഥാനാർത്ഥികളുടെയും പേര് സംബന്ധിച്ച് ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ഈ 2 സ്ഥാനാർത്ഥികളുടെയും പേരുകൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം ഉടൻ തന്നെ ആ പ്രഖ്യാപനം നടത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും എളമരം കരീം മത്സരിക്കുമെന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ വടകരയിൽ KK ശൈലജ, നിലവിലെ മട്ടന്നൂർ MLA കൂടിയായ KK ശൈലജ മത്സരിക്കും എന്ന കാര്യത്തിലും തീരുമാനമായിരിക്കുകയാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടും വടകരയും നിലവിൽ UDFന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. കോഴിക്കോട് അവസാന നിമിഷത്തിൽ എളമരം കരീമിന്റെയും ഒപ്പം തന്നെ DYFI സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ V വസീഫിന്റെയും പേരുകളായിരുന്നു വന്നത്. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത അത് എളമരം കരീമിന് നറുക്കുവിടാൻ കാരണമായി. അതോടൊപ്പം നിലവിൽ രാജ്യസഭാ MP ആയി പ്രവർത്തിക്കുകയാണ് എളമരം കരീം. 4 മാസം കൊണ്ട് അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കുക കൂടിയാണ്. അതും എളമരത്തിന് ഒരു അനുകൂല തീരുമാനമായി വരാൻ കാരണമായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ UDFന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയാണ്. UDFന് വളരെയേറെ മുൻതൂക്കമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ വോട്ടുകൾ സമാഹരിക്കാം എന്നൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിഗമനം CPM കൈക്കൊണ്ടു. ആ സാഹചര്യത്തിൽ കൂടിയാണ് എളമരത്തെ കളത്തിലിറക്കാൻ CPM തയ്യാറാകുന്നത്. വടകരയെ സംബന്ധിച്ചിടത്തോളം K മുരളീധരനാണ് നിലവിൽ UDFന്റെ MP. 24ന്റെ സർവേയിൽ ഉൾപ്പെടെ UDFന് വടകര കയറണമെങ്കിൽ അല്പം കഷ്ടപ്പെടും എന്ന തരത്തിലുള്ള നിഗമനങ്ങൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട്
ശക്തിയായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ വടകര തിരികെ പിടിക്കാമെന്ന ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുകയാണ് CPM. സാധാരണ CPM വോട്ടുകൾക്ക് പുറമെ അല്ലെങ്കിൽ LDF വോട്ടുകൾക്ക് പുറമെ സാധാരണക്കാരായ വോട്ടുകൾ കൂടി സ്വരൂപിക്കാൻ ശൈലജയെ പോലെയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ സാധിക്കുമെന്ന് ഒരു നിഗമനത്തിലെത്തി. ആ ചർച്ച കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ KK ശൈലജയെ വടകരയിൽ നിന്നും മത്സരിപ്പിക്കാമെന്നും കോഴിക്കോട് നിന്നും എളമരം കരീമിനെ മത്സരിപ്പിക്കാമെന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും സംസ്ഥാന നേതൃത്വത്തിന് ജില്ലാ നേതൃത്വം ഈ തീരുമാനം കൈമാറിയിട്ടുണ്ട്. അന്തിമ തീരുമാനം, അന്തിമ പ്രഖ്യാപനം അത് സംസ്ഥാന കമ്മിറ്റി ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. SKN. ഓക്കെ, താങ്ക് യു. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് പറഞ്ഞത്. അപ്പോൾ ആഷ്മി, അതാണ് നമ്മൾ ഒരു ചോദ്യം പ്രജിൻസി കണ്ണനോട് ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു. പ്രജിൻസി കണ്ണൻ, ശരിക്കും ഈ വാർത്തയുടെ ടെൻഷൻ ലോകത്തു നിന്ന് മാറാൻ പ്രജിനെ പലപ്പോഴും പാട്ടും സംഗീതമൊക്കെ ഉപകരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രേക്ഷകർക്ക് എപ്പോഴും ഒരു സംശയമുണ്ട്. ഞാനും പ്രേക്ഷകനായിട്ട് ഒരുപാട് കാലം ഇരുന്ന ആളാണ്. അപ്പോൾ എനിക്കും സംശയം തോന്നുന്നു, ഈ ഇടവേളയിൽ ഇവരൊക്കെ എന്ത് ചെയ്യുമായിരിക്കും? അപ്പോൾ ഞാൻ വിചാരിക്കുന്ന പ്രജിൻ ഈ വാർത്തയുടെ ടെൻഷനൊക്കെ മാറിയിട്ട് പാട്ടൊക്കെ പാടി സീതാരാമ ഭക്തസഭ എന്നൊക്കെ പറഞ്ഞ് പാടി ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അങ്ങനെയാണോ? എന്താണ് പ്രജിൻ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ വാർത്തയുടെ ഇടവേളയിൽ ചെയ്യുന്നത്? 3-4 മിനിറ്റ് ദൈർഘ്യം കിട്ടുമല്ലോ. അതെ, മൂളാറുണ്ട്, വല്ലപ്പോഴൊക്കെ പാട്ട് പാടാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തമാശയൊക്കെ പറയും. PCR നമുക്ക് എപ്പോഴും ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ബ്രേക്കിനൊക്കെ പഴയ ഒരു അനുഭവം ഉണ്ട്, നമ്മളൊരു അവതാരപ്പുലി കാണിച്ചു കൊടുത്തതാ അല്ല, അതുപോലൊക്കെയുള്ള അത് മനസ്സിലുള്ളത് കൊണ്ട് അത്ര അങ്ങോട്ട് പോകാറില്ല. ഇല്ലല്ലേ? ഹാർമോണിയൊന്നും വായിക്കാറില്ല? ഇല്ലില്ല. മുഴും 1-2 പാട്ടൊക്കെ ഇങ്ങനെ മൂടാറുണ്ട്. ഈ വാർത്താമുറിയിൽ ഇരിക്കുമ്പോൾ ഏറ്റവും ഇടവേളകളിൽ കൂടുതൽ തവണ പാടിയ ആ പാട്ട് ഏതായിരുന്നു? ആരെങ്കിലും ഓർത്ത് പാടിയതാണോ? അങ്ങനെ ആരെയും ഓർത്ത് പാടാറില്ല. അവിടെ കയറി ഞാൻ ആരെയും ഓർക്കാറില്ല എന്ന് പറഞ്ഞു കളയരുത്. അപ്പൊ വരുന്ന പാട്ട്, മനസ്സിലേക്ക് വരുന്ന പാട്ട് എന്നാലും ഈ കൂടുതലും ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ബുദ്ബുദം പോലെ പൊങ്ങി വരുന്ന പാട്ട് ഏതാ? അങ്ങനെ ഒരു പാട്ട്, ഏതോ ഒരു പാട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ. പ്രജിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഇത്രയും കാൽപ്പനികത വിളയുന്നൊരു മനസ്സിലേ പാട്ട് സ്ഥിരമാകത്തില്ലേ? തീർച്ചയായിട്ടും കാൽപ്പനികത വിളയുന്നുണ്ടോ? ഉണ്ട്, അതെന്തുണ്ട്, വിളയുന്നുണ്ട്. നല്ല കാര്യം. അപ്പോൾ പാട്ട് ഏതാ? 2 ലൈനൊന്ന് പാടിയാൽ നമുക്ക് ഉന്മേഷിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്നും അങ്ങനെ മനസ്സിലേക്ക് ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ വന്നു, തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. താങ്ക് യു. അപ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ഇടവേള വേണ്ടി വന്നതാ, ബ്രേക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ വാർത്താ അവതാരകർ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒന്നുകിൽ വാർത്താമുറിയിലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ന്യൂസ് ഡെസ്കിലായിരിക്കും. എനിക്കാണെങ്കിൽ ഈ വാർത്താമുറി വിട്ട് ഒരുപാട് പേരെ പരിപാടികളുണ്ട്. ഞാൻ ഫ്ലവേഴ്സ് 1 കോടി അങ്ങനെ ഫ്ലവേഴ്സിൽ ചില പരിപാടികളൊക്കെ ഞാൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. കുറേ മണിക്കൂറുകൾ മറ്റുള്ള വിനോദ ചാനലിലാണ് ഞാൻ ചെലവഴിക്കുക. എന്നാൽ ഇവർ മുഴുവൻ സമയം വാർത്താ മുറികളിലും അതുപോലെ വാർത്താമുറിയിലും വാർത്താ എഡിറ്റിലും ഒക്കെ തന്നെയായിരിക്കും ഇവരുടെ സമയം കൂടുതലും ചെലവഴിക്കുക. അതുകൊണ്ട് നമുക്ക് ഇവരുടെ ചില ഷോക്കിംഗ് എക്സ്പീരിയൻസ്, അതുപോലെ പ്രേക്ഷകരോട് അവർ ഒരിക്കലും പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടാത്തതും എന്നാൽ ചില സമയങ്ങളിൽ പൊട്ടിപ്പോകുന്നതുമായിട്ടുള്ള ചില എക്സ്പീരിയൻസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ന്യൂസ് റൂം ചാറ്റ്. ആദ്യം ഞാൻ ഉന്മേഷ് ശിവരാമൻ എന്ന ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ എന്ന പരിവർത്തനം ചെയ്ത ആളിനോട് ഈ മെറ്റമോർഫോസിസ് നടന്നിട്ട് ഇപ്പോൾ എത്ര മാസമായി? ഇപ്പോൾ ഒരു 3-4 മാസമാകും സാർ. ആ 4 മാസത്തിന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഇല്ല. കാര്യങ്ങൾ സൂര്യൻ കിഴക്കുതിക്കുന്നു. അതെ. എൻ്റെ ഉന്മേഷേ. അപ്പോൾ ഉന്മേഷിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു. ജീവിതത്തിൽ മാറ്റങ്ങൾ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പ്രതീക്ഷിക്കുന്ന നിലയ്ക്ക് മാറ്റം വരുന്നില്ല. ഇല്ല, അതാ എന്താ ചെയ്യുക. അപ്പോൾ ഉന്മേഷ്, ഇപ്പോൾ വാർത്താമുറിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ കൊല്ലമായില്ലേ? അതെ. വാർത്താ വായനക്കാരനായിട്ടും കുറേ കൊല്ലമായി. അതെ അല്ലേ? അപ്പോൾ ഈ ഇത്രയും കാലത്തിനിടയിൽ ആരുടെയും മുഖത്ത് നോക്കരുത്, ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് എന്താണ്? അങ്ങനെ വലിയ ഷോക്കിംഗ് എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്നാലും പെയിൻഫുൾ ആയി തോന്നിയൊരു എക്സ്പീരിയൻസ്. പെയിൻഫുൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഡെസ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ എന്നോട് എല്ലാവർക്കും വിമർശനമൊക്കെ ഉള്ളൊരു കാര്യമാണ്. ഈ ആൾക്കാർ ഈ അവതാരകരെ ഷിഫ്റ്റ് ഇടുന്ന ജോലി ഉന്മേഷനുണ്ട്. അത് നല്ല സൂപ്പർ ജോലിയാണ്. പൊന്നു സാറേ, കാരണം നല്ല എത്ര നല്ല ജോലി. അവതാരകരുടെ അല്ല, ഡ്യൂട്ടി ഷിഫ്റ്റ്. അല്ല, നമ്മുടെ ശ്രീനിവാസനെ 2 പശുക്കളെ കണ്ടു കഴിഞ്ഞ് മോഹൻലാലിനോട് പറഞ്ഞു എത്ര നല്ല പശുക്കൾ എന്ന് പറഞ്ഞ പോലുള്ള ഒരു അവസ്ഥയാണ്. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അത്
വിട്ടു. അത് വിട്ടു. അത് മനസ്സിനെ മതിക്കാറുണ്ടോ? ഇപ്പൊ എനിക്കൊന്ന് ഉന്മേഷ് ഷിഫ്റ്റ് എന്ന് കേട്ടാൽ തന്നെ ടെൻഷനാന്ന് തോന്നുന്നു. ഭയങ്കര ടെൻഷൻ സാറേ, തുറന്നു പറയണല്ലോ. അതുകൊണ്ട് പരമാവധി ഷിഫ്റ്റ് ഉള്ള സ്ഥലത്തൊന്നും പോകാതിരിക്കുക. ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് പറയൂ. അപ്പോൾ ആ എക്സ്പീരിയൻസ് പറയാൻ വന്നാണ്. കുന്നിൽ തടഞ്ഞ പുഴ പോലെ കുഴങ്ങി. ഞാൻ ഈ വാർത്തയായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് അതാണ് സാർ ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ പറഞ്ഞ ഷോക്കിംഗ് എക്സ്പീരിയൻസ് ഫ്രം എ ന്യൂസ് റൂം. ന്യൂസ് റൂമിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് ഞാനധികം ന്യൂസ് റൂമിൽ സംസാരിക്കാത്ത ഒരാളാണ്. എനിക്ക് മൗനിയാണോ? മൗനി എന്ന് പറഞ്ഞാൽ എനിക്ക് ന്യൂസ് റൂമിലിരിക്കുമ്പോൾ വാർത്ത വന്ന അതിനെ ആ നിലയ്ക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ അതിനെ അങ്ങനെ ഇരിക്കണമെന്ന് കരുതുന്ന ഒരാളാണ്. പക്ഷെ പലപ്പോഴും അതങ്ങനെ അങ്ങനെ ഇരിക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പം പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ ഈ വാർത്തകൾ വരുന്ന സമയത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു അലസഭാവത്തിലൊക്കെ ഡെസ്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ അവിടെ ഇരുന്ന് വെള്ളം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഡെസ്കിൽ ഒന്ന് കൈകൊണ്ട് അടിക്കും. സൈലൻസ് എന്ന് പറയുന്നതല്ല, നമ്മൾ ആ ഗൗരവത്തിലേക്ക് വരണം. അതുവരെ ഉണ്ടായിരുന്നത് ഇത് മാറിയിട്ട് നമ്മൾ ആ ഗൗരവത്തിലേക്ക് വരണം എന്ന് പറയുന്ന ഒരു സാധനം. അങ്ങനെ ഞാൻ ഏതോ ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് വന്ന സമയത്ത് ഏതോ ഒരു വാർത്ത പോകുന്നു. ആ വാർത്ത നമ്മുടെ ഡെസ്ക് അറിയുന്നില്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് കേട്ടോ, നമ്മൾ ആ വാർത്ത അറിയുന്നില്ല. പക്ഷെ മറ്റുള്ളവർക്ക് ആ വാർത്ത പോകുന്നുണ്ട്. അപ്പം ഞാൻ വന്നിട്ട് അതെന്തുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്ന് ഒരു ചോദ്യം ഉണ്ടാകുന്നു എൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ അതിനെ നിർവികാരതയോടെ ചില ആളുകൾ പ്രതികരിക്കുന്നു. അപ്പോൾ അതെനിക്കൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മളൊരു വാർത്തയെ അത്ര ഗൗരവത്തിൽ നോക്കി കാണണമല്ലോ. ആ നിലയ്ക്ക് ഇരിക്കേണ്ട സമയത്ത് അങ്ങനെ ഒരു സമീപനം എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ നിൽക്കുന്ന ഒരു സമയമാണ്. ഞാൻ ആളുകളെയും പറയുന്നില്ല, ഇതൊന്നും പറയുന്നില്ല. ആ നിർവികാരതയാണ് നമ്മളെ തളർത്തുന്നത് അല്ലേ? അത് നമ്മളെ തളർത്തുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സാധനം, അത് ഒരു അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നത് ഡോക്ടർ ഉന്മേഷ് വളരെ പ്രൊഫഷണലായിട്ട് ഈ ജോലി സമീപിക്കുന്നുകൊണ്ടാണ്. അല്ല, ഞാനത് എൻ്റെ വിശ്വാസം അങ്ങനെയാണ് സാർ. ഇപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ജോലിയെക്കുറിച്ചും നമ്മുടെ രീതിയെക്കുറിച്ചും അവരുടേതായ വിശ്വാസം ഉണ്ടായിരിക്കും, അവരുടെ കാഴ്ചപ്പാടുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ്. അപ്പോൾ അതെനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒന്ന് ഫീൽ ചെയ്തു ആ സമയത്ത്. അത് കുറച്ചു നേരം എന്നെ ബാധിച്ചു ആ ഒരു സാധനം. അപ്പോൾ എനിക്ക് തോന്നുന്നത് അനുജ, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ചില വാർത്തകൾ വരും. ഇപ്പോൾ ഓയൂർന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി, ആലുവയിലെ കുട്ടി മരിച്ചു, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് എനിക്കൊന്ന് അനുജയൊക്കെ അമ്മയാണ്. അപ്പോൾ നമുക്ക് അമ്മയാണ്, അല്ലെങ്കിൽ നമ്മൾ വാർത്താമുറിയിലിരിക്കുന്ന ആൾക്കാർ അച്ഛനാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വികാരഭരിതമായ അന്തരീക്ഷത്തിൽ നമ്മൾ വാർത്താമുറിയിൽ ജോലി ചെയ്യും. എനിക്കൊന്ന് ഈ ആലുവയിലെ ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു പൂഴി വീണാൽ ശബ്ദം കേൾക്കും എന്നുള്ള അവസ്ഥയായിരുന്നു. അത്ര മൂകതയായിരുന്നു നമ്മളുടെ വാർത്താമുറിയിൽ. അങ്ങനെയുള്ള നിമിഷങ്ങൾ, ആ നിമിഷം എങ്ങനെയാണ് അനുജ ഓർത്തെടുക്കുന്നത്? തീർച്ചയായും ഇപ്പൊ ഈ ആലുവയിലെ കാര്യം പറഞ്ഞപ്പോൾ അപ്പോഴും ഈ ആദ്യം കാണുന്നില്ല എന്ന് പറയുമ്പോഴും തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ ഇരുന്നത്. പക്ഷെ പിന്നീടാണ് ഇതിൻ്റെ ഈ ഇത്ര ഭീകരമായ സംഭവമാണ് നടന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും തളർത്തിക്കളഞ്ഞൊരു സംഭവമാണ്. എന്നാൽ അതേപോലെ തന്നെ ഇപ്പോൾ ഓയൂരെ കുട്ടിയുടെ കാര്യം നമ്മളൊക്കെ വളരെ ആശങ്കയിലും സങ്കടത്തിലും പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് പെട്ടെന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടിയെ കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഡെസ്കിൽ, നമ്മൾ ചുറ്റും എല്ലാവരും എന്തോ നമ്മുടെ വീട്ടിൽ ഒരാളെ തിരിച്ചു കിട്ടിയ ഒരാ സന്തോഷം നമ്മൾ വ്യക്തിപരമായി, അതെ തീർച്ചയായിട്ടും അങ്ങനെ വ്യക്തിപരമായി നമ്മളെ ഇതെല്ലാം ബാധിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ഓൺ എയറിൽ അത് കാണിക്കരുത് എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു. തീർച്ചയായും വേണു ബാലകൃഷ്ണൻ എന്നുള്ള വാർത്താ അവതാരകൻ ഈ എൻകൗണ്ടർ സംവാദമൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ചില അപ്രിയമായ ചില സത്യങ്ങൾ പറയുമ്പോൾ എതിർകക്ഷിക്കാർക്ക് നമ്മളോട് എതിർക്കാൻ തോന്നും. നമ്മളും പാർട്ടി കൂറുമാറിയാണോ സംസാരിക്കുന്നതൊക്കെ ചിന്തിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ പരുഷമായിട്ടൊക്കെ വ്യക്തിപരമായിട്ടൊക്കെ ചില ആക്ഷേപങ്ങളൊക്കെ ഉയർത്തിയെന്ന് വരും. ചിലപ്പോൾ ലൈവായിട്ട് തന്നെ നമ്മൾ ചിലപ്പോൾ പ്രേക്ഷകർ കേട്ടോട്ടെന്ന് വെച്ചാൽ ലൈവ് കട്ട് ചെയ്യത്തില്ല, ബ്രേക്ക് പറയത്തില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു സംഭവം, ഈ വാർത്താമുറിക്കുള്ളിൽ ഉണ്ടാകുന്ന ടെൻഷൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സ്വഭാവമാണോ, അതോ വാർത്താമുറിയിൽ ഉപേക്ഷിച്ച് ആ പടം അവിടെ പൊഴിച്ചിട്ട് പോകുന്ന പരിപാടിയാണോ? അവിടെ കഴിയും, അവിടെ പടം പൊഴിക്കും, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാക്കത്തില്ല. അപ്പോൾ വേണുവിന് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒത്തിരി ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഞാൻ 24 മാത്രമല്ല ചോദിക്കുന്നത്. കാര്യം ഏഷ്യാനെറ്റ്, മാതൃഭൂമി, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ റിപ്പോർട്ടറിലും അല്ല ഇങ്ങനെ പരുഷമായി സംസാരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ വേണു എങ്ങനെ റിയാക്ട് ചെയ്യുക? കേൾക്കും, റിയാക്ട് ചെയ്തില്ല. അല്ല അങ്ങനെ മറുപടി. എനിക്ക് എൻ്റെ കൂടെ നാട്ടിലെ ഡിഗ്രി പഠിക്കുമ്പോൾ എനിക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു വേണുവിൻ്റെ സംസാരം എനിക്കത് തോന്നി. അപ്പം അയാൾ ഒരു ബസ്സിൽ കയറിയപ്പം ഈ കണ്ടക്ടറുടെ തന്തയ്ക്ക് എന്തോ കയറി വിളിച്ചു. ആര് സാധാരണ സംഭവിക്കുന്നതാണല്ലോ. വിളിച്ചപ്പോൾ അയാൾ ഇവന് എന്ന് വെച്ചാൽ ഈ കണ്ടക്ടർ തന്തയ്ക്ക് പറഞ്ഞവൻ്റെ ഇവൻ കണ്ടക്ടർക്ക് ഇട്ട് ഒരട്ടിയും കൊടുത്തു ചെവുക്കുറ്റിക്ക്. അടി കൊടുത്തു കഴിഞ്ഞപ്പോൾ സാധാരണ ഇത് നമ്മളാണെങ്കിൽ നമ്മളവിടെ നിർത്തി. അവൻ പറയാണ് അതുപോലെ അയാളിട്ട് എനിക്ക് ഒരെണ്ണം തന്നു, ഞാൻ കേട്ടുകൊണ്ട് ഇറങ്ങിപ്പോന്നു. അപ്പോൾ അതുപോലെ പറയുന്ന വേണു വളരെ നിസ്സഹായമായി പറയുന്ന പോലെ എനിക്ക് തോന്നി. അല്ല വ്യക്തിപരമായി ആക്ഷേപിച്ച ഒരാൾ പറഞ്ഞാൽ ആ രൂപത്തിൽ മറുപടി കൊടുക്കാൻ കഴിയില്ലല്ലോ. കേൾക്കുക അത്ര തന്നെ. അല്ല അത് എപ്പോഴെങ്കിലും ആ വ്യക്തിബന്ധത്തെ കാർന്ന് തിന്നാറുണ്ടോ? അത് ഇല്ലല്ലേ, അതെല്ലാം അവിടെ വീഴ്ചയും. ഓക്കെ വേണു, വെരി ഗുഡ്. അപ്പോൾ എടോ കുരായണം ചേച്ചി, അപ്പോൾ ഞാൻ തന്നെ ചേച്ചി എന്ന് വിളിച്ചുമ്പോൾ ഈ വ്യാപക വിമർശനം പരക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ശ്രീനിത എന്ന് പറയുന്ന പെൺകുട്ടി, എനിക്കൊന്ന് താങ്കൾ ലൈം ലൈറ്റിലായിട്ട് ഇപ്പോൾ കുറച്ച് 8 മാസമായോ?
ഒരു വർഷമായി. ഒരു വർഷമായോ? ആ 4 മാസം ഇവിടെ പോയി ഞാൻ കൊണ്ട് കളഞ്ഞു. അപ്പോൾ ആ ഒരു കൊല്ലത്തിനിടയിൽ വഴിയിലെങ്ങനെ പിടിച്ചു നിർത്തി, കല്യാണത്തിന് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിടിച്ചു നിർത്തി, കൊച്ചായി നിർത്തിക്കൊള്ളണം എന്നങ്ങനെ ആരെല്ലാം പറഞ്ഞായിരുന്നു? ഇല്ല, ഭയങ്കര സ്നേഹമാണ്. ഇപ്പം നമ്മൾ സംസ്ഥാന സമ്മേളനത്തിന് കണ്ടപ്പം ആഷ്മി പറഞ്ഞ പോലെ തന്നെയാണോ അവസാനം? ഉമ്മയൊന്നും തന്നിട്ടില്ല കേട്ടോ. അല്ല, അത് ഞാൻ പറഞ്ഞില്ല. ഇപ്പം ഞാൻ ഇടയ്ക്ക് ജോഗിങ്ങിനൊക്കെ പോവാറുണ്ട്. അപ്പോൾ ഇനി വലിയാനോ? അല്ല, മെലിയലും മാത്രമല്ല, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ. അപ്പോൾ ഒരുപാട് അങ്കിളുമാർ അവർ എന്നും വരുന്നതാണ്. അപ്പോൾ അവർ ഓടി വന്ന് സംസാരിച്ച് മോളെ കാണാറുണ്ട്. പിന്നെ ഒരു തവണ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ റിവ്യൂ കൊടുക്കാനൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മളൊരു അധോലോകമായി മാറിയിരുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും ഒന്ന് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു കുറച്ച് 4-5 മാസമായിട്ടാണ് ഇത്രയും മീൻസ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്ന ഭയങ്കരമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. എനിക്ക് ആ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, അത് ശ്രീനിധിക്ക് എങ്ങനെ ആ മാറ്റം ഫീൽ ചെയ്യുന്നു എന്ന് വെച്ചാൽ നടക്കുമ്പോഴൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് നടക്കാൻ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല കേട്ടോ. ഞാൻ സംസ്ഥാന സമ്മേളനത്തിന് ഡാൻസ് കളിച്ചപ്പോഴേ ആ കോസ്റ്റ്യൂം ഡാൻസ് കളിച്ചിരുന്നോ? അല്ല, ഞാൻ ചുമ്മാ ചോദിച്ചാ അല്ലേ? നിങ്ങളോടല്ലേ കളിച്ചത്? നിങ്ങൾ ഒന്നിച്ച് കളിച്ചു. മാത്രമല്ല അന്ന് എന്ത് പറ്റിയറിയോ, നിങ്ങളെല്ലാം ഈ വേഷഭൂഷാദികളുമായിട്ട് വന്നപ്പോഴേ നിങ്ങൾ അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നടന്നപ്പോ ഒരാളും മൈൻഡാക്കില്ല. ഞാനിങ്ങനെ ചിരിച്ചൊക്കെ കിടക്കാം, ആരവള് അങ്ങനെയായിരുന്നു, മനസ്സിലാവുന്നില്ല. പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോ മനസ്സിലായി ആൾക്കാർക്ക്. ഓക്കെ, അത് അങ്ങനെയാണ് അതിന്റെ കാര്യം. ഗോപികൃഷ്ണൻ, ഈ അടുത്തിടയ്ക്ക് ഗോപി ഡൽഹിയിൽ ഇറങ്ങിയപ്പോൾ കടുത്ത തണുപ്പായിരുന്നു. അപ്പോൾ പല ആളുകളും ഡൽഹിയിൽ ഗോപി 2 ദിവസം കഴിഞ്ഞപ്പം പുള്ളി അങ്ങോട്ട് ചവിട്ടി തള്ളിയതാണോ എന്ന് ചോദിച്ചു. എനിക്ക് തന്നെ പേഴ്സണലി വാട്സാപ്പിൽ മെസ്സേജ് വന്നു. ആദ്യം ഞാൻ നോക്കി ഗോപിയുടെ വീട്ടിൽ നിന്ന് വല്ലതും വന്നതാണോ. അപ്പോൾ അതല്ല. ഗോപി എങ്ങനെയുണ്ട് ഡൽഹി എക്സ്പീരിയൻസ്? ഡൽഹി എക്സ്പീരിയൻസ് ഭയങ്കര ഗ്രേറ്റ് എക്സ്പീരിയൻസ്. കാരണം പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള സമയമായതുകൊണ്ട് അവിടെ ആ ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷമൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഭയങ്കരമായിട്ട് എനിക്ക് എസ്കെൻ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഇലക്ഷൻ ടൈമിൽ വീണ്ടും ഡൽഹിയിൽ പോയി നിൽക്കാൻ തയ്യാറാണ്. ഇല്ല, ഗോപി ഇവിടുത്തെ പ്രേക്ഷകരെ വിട്ടു. അത് അതിന്റെ ഇടയിൽ കൂടെ ഒരു ട്രാൻസ്ഫർ വേണ്ട അല്ലേ? ഓണത്തിനിടെ പുട്ട് വെച്ചോളൂ. ശ്രീനിധ അതിനോട് യോജിക്കുമോ? ഓക്കെ, നമുക്ക് ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. ഉന്മേഷ്, ബി സീരിയസ് ഉന്മേഷ്. തിരുവനന്തപുരം വർക്കലയിൽ കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് പാലക്കാട് IIT-യിലെ വിദ്യാർത്ഥി മരിച്ചു എന്ന സങ്കടകരമായ വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. വിനോദയാത്രയ്ക്ക് എത്തിയ ആന്ധ്രാപ്രദേശ് സ്വദേശി സാൽവിക്കാണ് മരിച്ചത് എന്നുകൂടി ഈ വാർത്തയിൽ പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ഹരികൃഷ്ണൻ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? സങ്കടകരമായല്ലോ. എസ്കെൻ, ഇന്ന് വൈകിട്ട് 6:45 ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് പാലക്കാട് IIT കോളേജിലെ 14 അംഗ സംഘമാണ് ഇത്തരത്തിൽ വിനോദയാത്രയ്ക്കായി എത്തുന്നത്. ഇവർ കോളേജിൽ നിന്നുള്ള ഒരു വിനോദയാത്രയല്ല, അതിനപ്പുറം ഈ ക്ലാസ്സിലെ 14 പേർ, ആന്ധ്ര സ്വദേശികളായ 14 അംഗ സംഘമാണ് ഇത്തരത്തിൽ വിനോദയാത്രയ്ക്കായി എത്തിയിട്ടുള്ളത്. അങ്ങനെ വർക്കല ബീച്ചിൽ കുളിക്കുകയായിരുന്നു. ഈ കുളിക്കുന്നതിനിടയിൽ 2 പേർ അപകടത്തിൽപ്പെട്ടു. ഈ മരണപ്പെട്ട ഈ സാൻവിക്, ആന്ധ്ര സ്വദേശിയായ സാൻവിക്, അതേപോലെ തന്നെ ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന സുഭാഷ് എന്ന ആൾ കൂടിയാണ് ഇത്തരത്തിൽ തിരയിൽപ്പെട്ടത്. ഇതിനിടയിൽ ഈ സാൻവിക്ക് സംഭവ സ്ഥലത്ത് നിന്ന് വെച്ച് മരണപ്പെട്ടു എന്നുള്ളതാണ്. ഒപ്പമുണ്ടായിരുന്ന ഈ സുഭാഷിനെ വർക്കല പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ICUയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നില അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഏതായാലും ഇത്തരത്തിൽ 14 അംഗ സംഘമാണ് വിനോദയാത്രയ്ക്കായി ഈ വർക്കല കാപ്പിൽ ബീച്ചിൽ എത്തിയത്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. SK. ഓക്കെ, താങ്ക് യു. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സങ്കടകരമായ വാർത്തയാണ്. വിദ്യാർത്ഥികൾ ടൂർ പോയ സമയത്താണ് ഒരാൾ മുങ്ങി മരിച്ചു വർക്കലയിൽ കടലിൽ എന്നുള്ള വാർത്ത വരുന്നത്. അപ്പോൾ സ്മിത, നമ്മൾ ഒരു കാലത്ത് വാർത്ത വായിക്കുന്ന ഒരു വികാരരഹിതമായിട്ട് കേൾക്കുന്ന വാർത്തകൾ, കാണുന്ന വാർത്തകളൊന്നും ഉൾക്കൊള്ളാതെ വടി പോലെ ഇരുന്ന് വായിക്കണം എന്നുള്ള ആ കാലമൊക്കെ പോയി. ഇപ്പം നമുക്ക് യഥാർത്ഥത്തിൽ മനുഷ്യനാണ്, നമുക്ക് വികാര വായ്പൊക്കെ വരും എന്നൊക്കെ ഉള്ളുണ്ട്. അപ്പോൾ സ്മിത എങ്ങനെയാണ് പൊതുവെ പെട്ടെന്ന് സ്മിത ഏതൊരു വാർത്ത വായിച്ചുകൊണ്ട് കണ്ണ് നിറഞ്ഞു പോയോ? അത് ഈ നേരത്തെ പറഞ്ഞ വാർത്തയാണ്. നമ്മുടെ ആലുവയിലെ ആ കുട്ടിയുടെ. അതെന്താ വെച്ചാൽ നമ്മളെല്ലാവരും ആ കുട്ടി രക്ഷപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയിലിരുന്നതാണ്. അപ്പോൾ ആ കുട്ടി പോയി. നമ്മൾ വല്ലാതെ വേദനയായിരുന്നു. പിറ്റേ ദിവസം അത് വരുന്നു. പിന്നീട് ഇപ്പോൾ സ്മിത ചേച്ചി പറഞ്ഞല്ലോ, ആ വാർത്ത വരുന്ന സമയത്ത് നമ്മൾ രാവിലെ വരുമ്പോൾ ഈ കുട്ടിയെ കാണുന്നില്ല എന്ന് കാണുക. അപ്പം നമ്മുടെ ദിലീപേട്ടനുണ്ട്, ഡെസ്കിൽ എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മുടെ സൈഡിൽ ഒരു OTS കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. എല്ലാവരും കൂടി ഇരുന്ന് കുട്ടിയുടെ ചിത്രം വെച്ചിട്ട് അതെ ഒരു ക്യാമ്പയിൻ പോലെ ആ കുട്ടിയെ കണ്ടുകിട്ടുന്നത് വരെ നമുക്ക് ആ നിലയ്ക്ക് വാർത്ത കൊടുക്കണം നമ്മൾ തീരുമാനിച്ച് ആ വാർത്ത OTS-ൽ വരുന്ന അതേ സമയത്താണ്, സ്ക്രീനിന്റെ 1/3 പോർഷനാണ് OTS. ആ സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു വാർത്ത. അത് ഭയങ്കര നമ്മളെ ആ സമയത്ത് ഡെസ്കിൽ എല്ലാവരും ബാധിച്ച ഒരു
കാര്യമാണ് സ്മിത പറഞ്ഞത്. സ്മിത തുടരുക. അപ്പോൾ ആ വാർത്ത ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം അമ്മയുടെ ഒരു സങ്കടം ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, നമ്മളോട് സംസാരിക്കുകയാണ് അമ്മ ഓണെയറിൽ. അപ്പോൾ എൻ്റെ കണ്ണ് അല്ലാതെ നിറഞ്ഞും പോയി. എനിക്കൊന്നും ശബ്ദം ഇടറിപ്പോയി. അപ്പോൾ കുറേ പേര് യൂട്യൂബിൽ അത് ചിലർ ഇങ്ങനെ വാർത്ത വായിക്കുമ്പോൾ കരയാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചിലർ അപ്പോൾ തന്നെ അതിന് മറുപടിയും അതിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയാണ് സാർ, എനിക്ക് വല്ലാതെ സങ്കടം വരും. സ്മിത അതിനെക്കുറിച്ച് അങ്ങനെ കണ്ടമിടറി, വാക്കുകൾ ഇടറി, ശബ്ദം ഇടറി, മാത്രമല്ല സംസാരിക്കാൻ പറ്റിയില്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. ഈ കുഞ്ഞിൻ്റെ മരണം അറിഞ്ഞപ്പോൾ എല്ലാവരും നടുങ്ങിപ്പോയ സംഭവമായിരുന്നു അത്. കാര്യം ആ രീതിയിൽ ആ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ നിമിഷവും. അപ്പോൾ സ്മിതയുടെ വ്യക്തിപരമായ അഭിപ്രായം, അങ്ങനെ ആകാമോ, ആയിക്കൂടെ? പ്രൊഫഷണലി ആവരുതെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ വാർത്ത വായിക്കുമ്പോൾ എല്ലാത്തിലും നമ്മളുടെ ആ വികാരങ്ങൾ വ്യത്യാസമല്ലേ. സന്തോഷമുള്ള ഇപ്പോൾ ഒരു സ്പോർട്സിൽ നമ്മൾ ഇന്ത്യ ജയിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ശബ്ദത്തിലും ഒക്കെ നമ്മുടെ സന്തോഷം വരും. അതിനൊരു ബാലൻസ് വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആഷ്മി, എനിക്ക് തോന്നുന്നു ഈ ആലുവയിൽ ഈ മരണം കൊലപാതകം നടന്ന സ്ഥലത്ത് പോയിട്ട് ഒരു പ്രത്യേക പ്രോഗ്രാം ഭാഷ ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഹൃദയമൊക്കെ കയ്യിലെടുത്ത് പിടിച്ച് നടത്തേണ്ട ഒരു പ്രോഗ്രാമാണ്. ആഷ്മിയുടെ എക്സ്പീരിയൻസ് എന്താ? ഈ കുഞ്ഞിനെ ആണെങ്കിൽ ഈ ആ നരാധമം കൊണ്ടിട്ടത് അങ്ങറ്റത്തുള്ള ഒരു മൂലയ്ക്കായിരുന്നു. അപ്പോൾ ആ മൂലയ്ക്ക് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ കണ്ട് തിരിച്ചറിയാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി കുഞ്ഞിൻ്റെ അച്ഛനെ കണ്ട് തിരിച്ചറിഞ്ഞ് കൂടുതൽ മലയാളിയുണ്ട്. ആ മലയാളി പറയുന്ന വാക്ക് കേട്ടോ, ഞാൻ കരഞ്ഞു, ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. അതിനുശേഷം അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ സങ്കടങ്ങളും, അമ്മ അച്ഛൻ, പരമമായ നിസ്സഹായത, സങ്കട ദിവസമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് മനസ്സിൽ അതിങ്ങനെ എന്നെ ഒരു വാർത്ത ബാധിക്കാറുണ്ടെങ്കിലും അത്ര ദിവസത്തേക്ക് ദീർഘദിവസങ്ങൾ ബാധിക്കാറില്ല. ഇത് ആഴ്ചകളോളം എൻ്റെ മനസ്സിനെ വേട്ടയാടിയ ഒരു വാർത്തയും ഇപ്പോഴും ഓർക്കുമ്പോൾ നല്ല വിഷമവും സങ്കടവും ഉള്ള വാർത്തയാക്കുന്നത്. ഗോപികൃഷ്ണൻ, ശരിക്കും പല ആൾക്കാർ, ഇപ്പം നമുക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. നമുക്ക് ഒരുപാട് ദൈനംദിന പ്രശ്നങ്ങളുണ്ട്. നമുക്കൊരു കുടുംബമുണ്ട്, നമ്മുടെ കുട്ടികളുണ്ടാവും, അതുപോലെ ഭാര്യയ്ക്ക് പ്രശ്നങ്ങളുണ്ടാവും, അമ്മമാർക്കൊക്കെ പ്രശ്നമുണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്നാണ് വാർത്താ മുറിയിലേക്ക് നമ്മൾ കയറി വരുന്നത്. ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ടാവും. അപ്പോൾ എന്നാൽ ആളുകൾ കാണുന്നത് നിങ്ങളൊരു യന്ത്രം പോലെ നിന്ന് നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ യൂട്യൂബിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇത്തിരി ഒരു ദിവസം, ഇപ്പം ഇന്ന് രാവിലെ തന്നെ എനിക്ക് മൂടില്ലേ എന്ന് ചോദിച്ച ഒരുപാട് പ്രേക്ഷകരുണ്ട്. കാര്യം ഞാൻ ഒത്തിരി മൂഡ് ഔട്ടായിരുന്നു. കാര്യം എനിക്കൊരു ചെറിയൊരു പുറംവേദന. അപ്പോൾ ഈ ബാക്ക് പെയിൻ ഇങ്ങനെ കുറച്ച് കരുത്ത് ആർജിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ തന്നെ പ്രേക്ഷകർ മുമ്പ് ഞാൻ യഥാർത്ഥത്തിൽ അടിപൊളിയായി നിൽക്കണം എന്ന് ആഗ്രഹിച്ച് തന്നെ വന്നത്. പക്ഷേ എന്നെ വേദന കാർന്നു തിന്നുന്നതുകൊണ്ട് ചിലപ്പോൾ ഇത്തിരി മൂഡ് ഔട്ടായി കാണും. അപ്പോൾ ഈ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നിന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എനർജി പോകുന്നു ശ്രീണ്ടെന്ന എനർജി പോകുന്നു. അപ്പോൾ ഇങ്ങനെ എനർജി പോകുന്നു നിലവിളിക്കുന്നവരോട് ഗോപിക്ക് എന്താ പറയാ? അല്ല, എനിക്ക് തോന്നുന്നത് എസ് കെ ഒരു ഇമോഷണൽ ബാലൻസ് വേണം. പക്ഷേ അതേസമയം നമ്മൾ മനുഷ്യരാണല്ലോ. ഇപ്പോൾ നമുക്ക് ഒരു കുഞ്ഞിനെതിരായിട്ടുള്ള ഒരു അതിക്രമം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു കൊലപാതകം ഉണ്ടായാൽ, ഇപ്പോൾ അച്ഛനും അമ്മയും വെട്ടിക്കൊല്ലുന്ന മക്കൾ, ഇങ്ങനെയൊക്കെയുള്ള വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ മനുഷ്യരെന്ന നിലയിൽ നമ്മളെ അത് എഫക്റ്റ് ചെയ്യും എങ്ങനെയായിട്ട്. പിന്നെ എസ് കെ പറഞ്ഞ പോലെ ഇപ്പോൾ എസ് കെ വളരെ എനർജറ്റിക് ആയിട്ട് ഓണെയറിൽ വരുന്ന ഒരാളാണ്, ഓൺ സ്ക്രീനിൽ വരുന്നത്. അപ്പോൾ ചെറിയൊരു മാറ്റം വരെ അത് അവർക്ക് ഫീൽ ചെയ്യും. ഇപ്പം രണ്ട് ശൈലിയിലാണ്. ഇപ്പോൾ നമ്മളൊക്കെ പഠിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മൾ വായിച്ചു വന്നിരുന്ന രീതി എന്ന് വെച്ചാൽ ഏറെക്കുറെ ഒബ്ജക്റ്റീവായിട്ട് വാർത്ത വായിക്കുക, അത് നിർവികാരമായി തന്നെ ഏത് വാർത്ത വന്നാലും നിർവികാരമായിട്ട് വായിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമുക്കത് പറ്റില്ല. എനിക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട്. ഞാൻ ഒരുമിച്ച് നമ്മൾ റേഡിയോയിലുള്ള സമയത്ത് വാർത്ത വായിക്കുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പിന്നെ ബസ് അപകടത്തിൽ മരിച്ച വാർത്ത എനിക്ക് അന്ന് രാവിലെ വായിക്കേണ്ടി. ആ വാർത്ത വായിച്ചാണ് നമ്മൾ റേഡിയോയിലുള്ള സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അവൻ മരിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ നമുക്കും ഉണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾക്കൊരു ഇമോഷണൽ ബാലൻസ് അതിനകത്ത് വേണം. മനുഷ്യരുടെ നിലയിൽ ഇതൊക്കെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും എല്ലാ. പിന്നെ വീട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗോപി ചിലപ്പോൾ എന്താ പറയുക, ഈ അടുത്തിടയ്ക്ക് ഞാനിങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ ഈ ഒരു കക്ഷിയെ കഞ്ചാവ് കേസ് പിടിച്ചു. കഞ്ചാവ് കേസ് പിടിച്ച് ഇങ്ങനെ ഞാൻ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുക, വളരെ ആവശ്യത്തോടെ വായിച്ചിങ്ങനെ മനസ്സിലായി എൻ്റെ വകയിലൊരു അമ്മാവനായിട്ട് വരും. അപ്പോൾ പക്ഷേ അവിടെ നിർത്താൻ പറ്റുമോ? എനിക്ക് നിർത്താൻ പറ്റുമോ? പക്ഷേ നാട്ടിലിറങ്ങിയാൽ അങ്ങനെ എന്നെ അടിക്കും. കാര്യം ഞാൻ ഈ വാർത്ത വായിച്ചു തള്ളി എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും സംഭവിക്കാത്തല്ല വായിച്ചതല്ലേ. ഈ അടുത്തിടയ്ക്ക് നാട്ടിൽ പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുള്ളി ദൂരെ കൂടെ നടന്നു പോകുന്നു. എനിക്കൊന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നു, പുള്ളിയുടെ റെസ്പോൺസ് എന്തോന്ന് അറിയാൻ. പക്ഷേ ധൈര്യം വന്നില്ല, കാര്യം നല്ല കരുത്തന. ഓക്കെ, ഇനി ഒരു ഇടവേള, ബ്രേക്ക്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. അവതാര പുലികൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 9 മണി വരെ എല്ലാ ഞായറാഴ്ചയും അവതാര പുലികൾ സംപ്രേഷണം ചെയ്യും. 12K വിസ്താരയിൽ നിന്ന് നമ്മുടെ മണിയുടെ മീഡിയ സിറ്റിയിൽ നിന്നാണ് ഈ തത്സമയ പരിപാടി പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴൊരു വാർത്ത വരുന്നുണ്ട്. വയനാട് പുൽപ്പള്ളിയിൽ വന്യജീവി ശല്യത്തിനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുത്തു എന്ന് വിശ്വസിക്കുന്ന 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത വരുന്നുണ്ട്. വയനാട്ടിൽ നിന്ന് കുറിച്ചിപ്പറ്റ സ്വദേശി ബിജു കാഞ്ഞിരത്തെങ്കൽ, അതുപോലെ പുൽപ്പള്ളി സ്വദേശി വാസു എന്നിവരാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റിന് വിധേയമായിരിക്കുന്നത്.
സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സുർജിത്ത് നമസ്കാരം. സുർജിത്ത്, എപ്പോഴാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്? യഥാർത്ഥത്തിൽ കർക്കശമായ തീരുമാനങ്ങളിലൂടെ ഈ വയനാട്ടിലെ പോലീസ് മുന്നോട്ട് പോവുകയാണോ? അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് പോലീസിനെ സംബന്ധിച്ചുള്ളത്. കാരണം ആദ്യഘട്ടത്തിൽ സമാധാനപരമായ സമരം പിന്നീട് അത് അക്രമോത്സുക സ്വഭാവത്തിലേക്ക് പോയി. വനംവകുപ്പിന്റെ വാഹനം ആക്രമിച്ചു, വനംവകുപ്പ് ജീവനക്കാരെ മർദ്ദിച്ചു, പോലീസുകാർക്ക് നേരെ കല്ലെറിഞ്ഞു, മാത്രമല്ല ജനപ്രതിനിധികൾക്ക് നേരെ കസാര എടുത്തെറിയുകയും ഒപ്പം തന്നെ കുപ്പികൾ വലിച്ചെറിയുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം. അങ്ങനെ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് സമരം മാറിയതിന് പിന്നിൽ വ്യക്തമായ രീതിയിലുള്ള ആസൂത്രണമുണ്ട് എന്നുള്ള കരുതലാണ് പോലീസിനുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് കടുത്ത നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത്. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ 5 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആ കേസുകളിലായി ഇപ്പോൾ നിലവിൽ ആദ്യഘട്ടത്തിൽ തന്നെ 2 പേരെ പിടികൂടിയിട്ടുണ്ട്, 2 പേരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരാൾ കുറിച്ചിപ്പറ്റ സ്വദേശി ഷിജു കാഞ്ഞിരത്തിങ്കൽ എന്നയാളാണ്, മറ്റൊരാൾ പുൽപ്പള്ളി സ്വദേശി വാസു. ഈ 2 പേരെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്ക് പൊതുമുതൽ നശിപ്പിച്ചത് ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തിക്കൊണ്ടാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവരാണ് ഈ വാഹനത്തിന് നേരെ ആദ്യഘട്ടത്തിൽ ആക്രമണം നടത്തിയത്. കാറ്റ് അഴിച്ചുവിട്ടതും ഒപ്പം തന്നെ ഷീറ്റുകൾ വലിച്ചു കയറിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് നടത്തിയിരിക്കുന്നത്. ഇത് ദൃശ്യങ്ങൾ സഹിതം, അതായത് വിവിധ മാധ്യമങ്ങളിൽ വന്ന ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇനി CCTV ദൃശ്യങ്ങളുണ്ട് ആ മേഖലയിൽ. ആ CCTV എല്ലാം പരിശോധിക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. ആരാണ് അക്രമം നടത്തിയത് അവരെ എല്ലാം തന്നെ പിടികൂടി അത് കർശനമായ നിയമ നടപടികൾക്ക് വിധേയമാക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു തീർപ്പിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഈ അക്രമവുമായി ബന്ധപ്പെട്ട് അതിന് ആഹ്വാനം നൽകുന്നതുൾപ്പെടെയുള്ള സന്ദേശങ്ങൾ പ്രചരിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില വാട്സപ്പ് സന്ദേശങ്ങൾ, ഓഡിയോ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ പരിശോധിച്ച് വരികയാണ്. കൂടുതൽ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം തുടർ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് വ്യക്തമാകുന്ന വിവരം. SKN. ഓക്കെ, താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയതലക്ഷ്മി, യഥാർത്ഥത്തിൽ ഈ നമ്മുടെ വേണുവൊക്കെ പറഞ്ഞ പോലെ ഈ വാർത്താ വായനക്കാരൊക്കെ എഴുന്നേക്കാൻ ഞാനൊരു നിമിത്തമായി എന്ന് പലരും പറയുന്നുണ്ട്. മാത്രമല്ല ഞാനിപ്പം രാവിലെ ഈ 3-3.5 മണിക്കൂർ മോർണിംഗ് ഷോ നിൽക്കുന്ന പോലെ വൈകുന്നേരം ഒരു 4 മണിക്കൂറോളം ഈ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് 7-7.25 മണിക്കൂർ ഒരു ദിവസം നിന്ന് തീരുന്നുണ്ട് ഞാൻ. അപ്പോൾ ഈ പ്രിയതാലക്ഷ്മിയൊക്കെ ഇരുന്ന് വാർത്ത വായിച്ച് പരിചയമുള്ളവർ, നമ്മൾ മിക്കവരും ഇരുന്ന് വാർത്ത വായിച്ച് പരിചയമുള്ളവരാണ്. ഇതിലെനിക്ക് നിന്ന് വാർത്ത വായിച്ച ആരുമില്ല നേരത്തെ, അല്ലേ? ഇപ്പോഴാണ് ഈ അസുഖം എല്ലാവർക്കും പിടിപെട്ടതെന്ന് തോന്നുന്നു. അപ്പോൾ പ്രിയതാലക്ഷ്മി നിന്ന് വാർത്ത വായിക്കുന്നതും അതിനു മുമ്പ് ഇരുന്ന് വായിച്ചപ്പോഴും ഉള്ള പേഴ്സണലി അതെങ്ങനെ ഫീൽ ചെയ്യുന്നു? ഇരുന്ന് വാർത്ത വായിക്കുമ്പം അല്ല, ഇരുന്ന് വാർത്ത വായിക്കുമ്പോഴത്തെ വ്യത്യാസം, നമ്മൾ കൂടുതൽ എനിക്ക് തോന്നുന്നു അന്ന് ആ സമയത്തൊക്കെ ലാപ്ടോപ്പ് ഉണ്ട്. നമുക്കിപ്പോൾ ലാപ്ടോപ്പ് ഉണ്ടെങ്കിലും ഇത് പ്രേക്ഷകർ കാണുന്നുണ്ടെങ്കിലും ശരിക്കും നമുക്ക് മുന്നിൽ ലാപ്ടോപ്പ് ഇല്ല. നമ്മൾ ഇരുന്ന് വായിക്കുമ്പോൾ റൗണ്ടപ്പാണ് ഇപ്പം നമ്മൾ ഇരുന്ന് വായിക്കുന്ന ഒരു ബുള്ളറ്റിൻ അല്ലെങ്കിൽ 100 ന്യൂസ് ആണ്. അപ്പം ലാപ്ടോപ്പ് ഉള്ളപ്പോൾ അത് വാർത്തകൾക്കൊരു സപ്പോർട്ടായിരുന്നു. മുൻപ് അവർ റൺ ഡൗണിൽ എന്ത് വെക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് പ്രോംപ്റ്ററിൽ കാണുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ഏതാണ് വാർത്ത, എന്താണ് അടുത്തത് വരുന്നതെന്നുള്ളത്. അപ്പോൾ അത് വലിയൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ സാറ് പറയുന്ന പോലെ സാറിന് ഈ 7 മണിക്കൂറൊക്കെ നിൽക്കുമ്പം സാർ ഓക്കെയാണ്. അപ്പം നമ്മളിപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ഇവിടെ 4-3 മണിക്കൂറായിട്ട് നമ്മളിങ്ങനെ നിൽക്കല്ലേ. അപ്പം നമുക്ക് അല്ലേ സ്മിത ഹരിദാസ് പറയട്ടെ, സ്മിത ഓക്കെ അല്ലേ? ഇപ്പൊ അല്ലേ, ഇപ്പൊ സ്മിത ഓക്കെ അല്ലേ? സ്മിത ഓക്കെയാണ്. അല്ല, ഇപ്പൊ നിന്ന് ശീലിച്ചു. ഏത് ദുശീലം അങ്ങനെയാണല്ലോ ശീലം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഗോപി, ഇപ്പം നമുക്ക് ഇന്നത്തെ അവതാരപുലികൾ അവസാനിപ്പിക്കാൻ സമയമാകുമ്പോൾ നാളെ വരാൻ സാധ്യതയുള്ള വാർത്തകളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നാളത്തെ പ്രധാന വാർത്തകൾ. നാളെ ഇപ്പോൾ വയനാട് വന്യജീവി ആക്രമണ ഭീതി തുടരുന്നുണ്ട്. അത് നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമാണ്. പിന്നെ കർഷക പ്രക്ഷോഭത്തിൽ ഇപ്പോൾ ഇന്ന് ചർച്ച നടക്കുന്നു. അത് പരാജയപ്പെട്ടാൽ ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങൾ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാളെ വരാനുള്ളത് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ അപ്പീലുകളിൽ ഹൈക്കോടതി നാളെ വിധി പറയുമെന്നുള്ളതാണ്. പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്തുള്ള അപ്പീലിലാണ് നാളെ ഹൈക്കോടതിയുടെ വിധി. 10-11 മണിയാകുമ്പോഴേക്ക് വിധി വരാൻ. അതിലുള്ള ഒരു ടെൻഷൻ എന്തായിരിക്കും വേണു? കാരണം ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് സംവാദങ്ങൾ വേണു നടത്തിയിട്ടുണ്ടല്ലോ. ഇതിനകത്ത് ഈ അപ്പീൽ കാര്യത്തിനകത്ത് സർക്കാർ എന്ത് നിലപാടെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാരണം ഈ സർക്കാരിനെ സംബന്ധിച്ച് TP കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ടവർ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന സർക്കാരാണ്. അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ, പ്രോസിക്യൂഷൻ ഈ കാര്യത്തിൽ എത്രമാത്രം ആത്മാർത്ഥത കാണിച്ചു എന്നുള്ളത് നാളെ അറിയാം. സർക്കാർ അപ്പീലുണ്ട്, പ്രതികൾക്ക് മാക്സിമം ശിക്ഷ കൊടുക്കണം. സർക്കാർ അപ്പീലുണ്ട്. അത് പല അപ്പീലുകൾ, ഏതാണ്ട് 3 അപ്പീലുകൾ ഒരുമിച്ച് അതിൽ തീരുമാനം വരിക. എന്തായാലും അതിനിർണായകമാണ്. TP ചന്ദ്രശേഖരൻ കേരളത്തിന് ഒന്നാകെ വേദനയാണ്. ഇപ്പോഴും അത് മറക്കാൻ കഴിയാത്ത ഷോക്കാണ്.
അപ്പോൾ CPM നേതാവ് പി മോഹൻ അടക്കമുള്ളവരെ വെറുതെ വിട്ടതിനെതിരെ KK രമയുടെ അപ്പീലുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്ത് തീരുമാനം ആകുമെന്നുള്ളത് അതിനിർണായകമാണ് സാർ. അത് ഓക്കെ, റിജിത്ത്, നാളെ വരുന്ന വേറൊരു വാർത്ത, അതായത് മരിച്ച പോളിൻ്റെ വീട്ടിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശനം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ സന്ദർശനം ഒരു രീതിയിൽ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും റിജിത്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുക? തുടർച്ചയായുള്ള വന്യജീവി ആക്രമണങ്ങളാണ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടിൽ വരുന്നുണ്ട്. ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ ഗവർണറുടെ സന്ദർശനത്തെ നമുക്ക് കാണാം. പക്ഷേ ശാശ്വതമായൊരു പരിഹാരം ആ വിഷയത്തിൽ വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതിന് ഒരുപാട് വെല്ലുവിളികൾ നമുക്ക് മുമ്പിലുണ്ട്, നിയമപരമായ പ്രതിസന്ധികളുണ്ട്. ഇങ്ങനെയൊക്കെ യോഗം ചേരുന്നു, ചില തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതൊക്കെ കാലങ്ങളായി നമ്മൾ കാണുന്നതാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ശാശ്വതമായ ആ വിഷയത്തിൽ ഒരു പരിഹാരം എങ്ങനെ കാണാൻ കഴിയുമെന്നുള്ള പ്രതിസന്ധി, അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ, ജനങ്ങളുടെ പ്രതിഷേധങ്ങളൊക്കെ നാളെയും വാർത്തയിൽ സജീവമായി നിൽക്കാൻ തന്നെയാണ് സാധ്യത. ഉന്മേഷ്, ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ നാളെ ഇനി കുറച്ചധികം വാർത്തകൾ വരാനുണ്ട്. നാളെ വാർത്താ നിബിഡമായിരിക്കും നാളെ. അപ്പോൾ ഈ ഉന്മേഷ് എന്താ പറയാ? റീജിത്ത് പറഞ്ഞ വാർത്തയിൽ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മന്ത്രിമാർ അവിടെ പോകാതിരിക്കുകയും ഗവർണർ അവിടേക്ക് ചെല്ലുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ കുറച്ച് നാളുകളെ നമ്മൾ കാണുന്നുണ്ട്. മന്ത്രിമാരോ അതുപോലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ മന്ത്രിമാർ ചെല്ലാൻ ലേറ്റായി. മന്ത്രി AK ശശീന്ദ്രൻ ചെല്ലാത്തതുകൊണ്ട് അവിടെ ചെല്ലാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. പോയില്ല, ലേറ്റായി എന്നല്ല, ചെന്നില്ല. അതെ, അപ്പോൾ അവർ പോകാതിരിക്കുകയും അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, എല്ലാം അവിടെ സ്ഥലത്ത് ഓൺ ദ സ്പോട്ടിൽ കാര്യങ്ങൾ ചെയ്യാം. അതെ, അദ്ദേഹം ചോദിച്ചതാണ്. പക്ഷേ മന്ത്രിമാർ അവിടെ ചെല്ലാത്തത് കൊണ്ട് അതൊരു രാഷ്ട്രീയ ചർച്ചയാകുന്നുണ്ട്, ആ നിലയ്ക്ക് പ്രചാരണമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഗവർണർ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ സർക്കാരും ഗവർണറും തമ്മിൽ മറ്റൊരു പൊളിറ്റിക്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഗവർണർ അവിടേക്ക് നാളെ ചുരം കയറി എത്തുമ്പോൾ അത് വേറെ തരത്തിൽ ചർച്ചയാകും, ആ രാഷ്ട്രീയം വളരുകയും ചെയ്യും. മിക്കവാറും അവിടെ ഫോറസ്റ്റ് പൊളിറ്റിക്സ് ആയിരിക്കും. കനത്ത ചൂടായിരിക്കും നാളെ മുതൽ സംസ്ഥാനത്ത്. കാലാവസ്ഥ മുന്നറിയിപ്പ് ഈ നമ്മുടെ സ്മിത ഹരിദാസാണ് ഏറ്റവും കൂടുതൽ ഈ ആരോഗ്യ പരിപാടികൾ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ അവതരിപ്പിച്ചത്. അപ്പോൾ നാളെ കനത്ത ചൂടായിരിക്കും. SK, ഞാൻ അത് പറയാൻ വരുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ചൂട് പതിവില്ലാത്ത നേരത്തെ തുടങ്ങിയിരിക്കുന്നു. അപ്പം നമ്മൾ ഈ ചെറിയ ചെറിയ ടിപ്സ്, ഈ ചൂടത്ത് ഇറങ്ങുന്നവർ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളന്ന് ഡോക്ടർ ലൈവിൽ അത് ചെയ്യുമായിരുന്നു. ഇത് ചെറിയ ചെയ്യാത്തത് ഇവിടെയും ചെയ്യാവുന്ന ആൾക്കാരില്ല ഡോക്ടർ ലൈവിൽ. കണ്ണൂരിലെ മട്ടന്നൂരിലാണ് ഈ പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. അരുൺ പൂപ്പറമ്പ് ടെലിഫോണിൽ ചേരുന്നു. അരുൺ, ഈ പ്രതിഷേധം യഥാർത്ഥത്തിൽ SFIക്കാർ മാത്രമാണോ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്? എന്തൊക്കെയാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ എത്ര മണിക്കാണ് അവിടെ എത്തിച്ചേർന്നത്? പറയൂ. ടൗണിൽ വെച്ച് SFI പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ചു. അതിനുശേഷം SFI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നതിനിടെ SFIയുടെ ജില്ലാ നേതാക്കളെ മർദ്ദിച്ചു എന്നാരോപിച്ചാണ് DYFIയുടെ ഇപ്പോൾ DYFI പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോൾ മട്ടന്നൂർ ടൗണിൽ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ SFI നേതാക്കളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന വാഹനം, പോലീസ് വാഹനം, 2 വാഹനവും DYFI പ്രവർത്തകർ തടയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന DYFI പ്രവർത്തകർ സംഘടിച്ച് മട്ടന്നൂർ ടൗണിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ്. പോലീസും DYFI പ്രവർത്തകരും തമ്മിൽ അല്പസമയം ഉന്തും തള്ളും പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. SFI ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പോലീസ് സംഘം മർദ്ദിച്ചു, കസ്റ്റഡിയിലെടുക്കുന്ന ഘട്ടത്തിൽ മർദ്ദിച്ചു എന്നതാണ് DYFI പ്രവർത്തകർ ആരോപിക്കുന്നത്. അതിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയ വാഹനം തടയുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇപ്പോൾ ടൗണിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. എന്നാൽ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത SFI നേതാക്കളെ ഇപ്പോൾ സമീപത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ അല്പസമയം സംഘർഷ സാഹചര്യം ടൗണിൽ നിലനിന്നിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വാഹനം DYFI പ്രവർത്തകർ തടയുകയും അതിനിടയിൽ പോലീസും DYFI പ്രവർത്തകരും തമ്മിൽ അല്പസമയം മുന്തും തള്ളും ഉൾപ്പെടെ ഉണ്ടാവുന്ന സാഹചര്യം പോലും ഉണ്ടായി. SFIയുടെ ജില്ലാ നേതാക്കളെ മർദ്ദിച്ചു. SFI നേതാക്കളെ പോലീസ് സംഘം മർദ്ദിച്ചു എന്നതാണ് DYFI പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇതേ തുടർന്നാണ് DYFI ഇത്തരത്തിൽ പ്രതിഷേധത്തിലേക്ക് ഉൾപ്പെടെ കടക്കുകയും ചെയ്തത്. നേരത്തെ ഒരു സംഘർഷത്തിലേക്ക് പോകും എന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കസ്റ്റഡിയിലെടുത്ത് പോയ വാഹനം അല്പനേരം DYFI പ്രവർത്തകർ തടഞ്ഞു വെച്ചു. പിന്നീട് പോലീസും DYFI പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും
ഉണ്ടായ സാഹചര്യമുണ്ടായി. കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ എസ്എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പോലീസ് സംഘം മർദ്ദിച്ചു എന്നതാണ് ആരോപിക്കുന്നത്. ഇപ്പോഴും മട്ടന്നൂർ ടൗണിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബലം പ്രയോഗിച്ച് എസ്എഫ്ഐയുടെ നേതാക്കളെ, പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇവിടുന്ന് നീക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഗവർണർക്കെതിരെ എസ്എഫ്ഐ കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വരികയാണ്. നാളെ വയനാട്ടിൽ എത്തുന്ന ഗവർണർ ഇന്ന് മട്ടന്നൂർ വിമാനത്താവളത്തിൽ അല്പസമയം മുമ്പാണ് എത്തിയത്. അതിനുശേഷം റോഡ് മാർഗമാണ് വയനാട്ടിലേക്ക് ഗവർണർ യാത്ര തിരിച്ചത്. അതിനിടെയാണ് മട്ടന്നൂർ ടൗണിൽ വെച്ച് എസ്എഫ്ഐ പ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ നമ്മൾ കാണുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മട്ടന്നൂർ ടൗണിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ആണുള്ളത്. എന്നാൽ എസ്എഫ്ഐ കരിങ്കൊടി പ്രതിഷേധവുമായി എത്തിയ എസ്എഫ്ഐ പ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുണ്ട്. ഓക്കെ, അരുൺ ഗോപുറമയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലെ മട്ടന്നൂരിൽ ഗവർണർക്കെതിരെ എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു, പ്രതിഷേധ പ്രകടനങ്ങൾ സംഘർഷമുണ്ടാക്കിയെന്നാണ് അരുൺ പൂപ്പറമ്പ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ പരിപാടിയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരികയാണ്. വീണ്ടും അവിടെ സംഘർഷം തുടരുന്നു എന്നാണ് സൂചനകൾ വരുന്നത്. സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അവതാര പുലികൾ എന്നുള്ള പരിപാടികൾ അവസാനിപ്പിക്കുന്നു. ഇനി ഈ അവതാര പുലികളുമായി നമ്മൾ അടുത്ത ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് കാണാം. നമ്മുടെ പ്രേക്ഷകരും അവതാരകരും ഒന്നിച്ചു ചേരുന്ന ഈ സംഘവേദിക്ക് വേണ്ടി ഒരാഴ്ച നിങ്ങൾ കാത്തിരിക്കുക. അടുത്ത ഞായറാഴ്ച 6 മണി മുതൽ രാത്രി 9 മണി വരെ ഈ പരിപാടി തുടരും. നിങ്ങൾക്ക് ഒരു നല്ല രാത്രി ആശംസിക്കുന്നു. വീണ്ടും മട്ടന്നൂരിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനത്തിൻ്റെ വിശദാംശങ്ങളുമായി വാർത്താമഴ നമുക്കൊപ്പം ചേരും. എസ് വിജയകുമാറാണ് വാർത്താമഴയുമായി നമുക്കൊപ്പം എത്തുക. നിങ്ങൾക്ക് ശുഭരാത്രി. ഗുഡ് നൈറ്റ്.